വെൽക്കം ബാക്ക് ടു ഇൻവെസ്റ്റർ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം. സോ എന്താണ് ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ്? വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ അല്ലെങ്കിൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് ടേംസും കൂടെ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഒന്ന് മാർക്കറ്റ് ക്യാപ്പ് അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, പിന്നെ ഇൻട്രിൻസിക് വാല്യൂ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര ആണോ അത് ഇൻറ്റു അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കറൻ്റ്ലി 2 lakh crores അത്രയും കൊണ്ടായിരിക്കും, അത്രയും കൊണ്ടാണ് ഇൻഫോസിസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞത്. സോ അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ് അതിൻ്റെ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഇപ്പം വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പം ലെറ്റ്സ് സേ ഇപ്പം നിങ്ങൾക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പം അതിൽ ഒരു ഇൻവെസ്റ്റർ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ആ ടെക്സ്റ്റൈൽ ബിസിനസ് വിൽക്കുന്നതെന്ന്. സോ അപ്പം നിങ്ങൾ പറയുകയാണ് ഓക്കെ, നിങ്ങൾ 1 crore ആ ബിസിനസ് നിങ്ങൾ സെല് ചെയ്യാമെന്ന് പറയുകയാണ്. സോ അയാളിപ്പോൾ ഒരു നമുക്ക് അസ്യൂം ചെയ്യാം അയാളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെന്ന്. സോ നിങ്ങൾ ആ കോട്ട് ചെയ്ത പ്രൈസാണ് ആ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് 1 crore എന്ന് പറയുന്നത്. ഓക്കെ, സോ അയാളപ്പം അതിൻ്റെ അകത്തൊരു വാല്യൂ കണ്ടിട്ടായിരിക്കും അയാൾ ചിലപ്പോൾ നിങ്ങളോട് ആ ബിസിനസ് സെല് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ഇത്ര നാളായിട്ടുള്ള കുറേ ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്തെങ്കിലും കാണും, അതുപോലെ സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തെങ്കിലുമൊക്കെ ആ ബിസിനസ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ കാണുമായിരിക്കും. സോ അയാൾ നോക്കുമ്പോൾ മേ ബി അതിൻ്റെ ആ റിയൽ എസ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നതിന് ചിലപ്പോൾ 1 crore കാണുമായിരിക്കും. അപ്പം അയാൾ നിങ്ങൾക്ക് 1 crore വന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സും പ്രോപ്പർട്ടി എല്ലാം കൂടാണ്, അസറ്റ്സ് മൊത്തത്തോടെയാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ അയാൾക്ക് എന്നിട്ട് അതുകൂടാതെ ആ പ്രോപ്പർട്ടിക്ക് അയാൾ ഇട്ടിരിക്കുന്ന വാല്യൂ 1 crore, ആ ബിസിനസ്സിന് ഇട്ടിരിക്കുന്ന വേറെ ഒരു 50 lakh അല്ലെങ്കിൽ 1 crore എന്ന് വേറെ ടോട്ടൽ വാല്യൂ ആയിരിക്കും. സോ അയാൾ നോക്കുമ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ വർത്ത് എന്ന് പറയുന്നത് ഒരു 2 crore ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അയാൾ 1 crore തന്നിട്ടാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് കാണുന്നത്, അല്ലാതെ സ്റ്റോക്ക് പ്രൈസ് മാത്രമായിരിക്കത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ടെക്സ്റ്റൈൽ ബിസിനസ്. സോ ഒരു ഇൻവെസ്റ്റർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ബിസിനസ്സിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്ന 1 crore എന്ന് പറയുന്നത് അയാൾ കാണുന്ന ഇൻട്രിൻസിക് വാല്യൂ ആയ 2 crore വളരെ കുറവാണ്. അതായത് അതിൻ്റെ 50% ഇതാണെന്നാണ് നിങ്ങൾ സെല് ചെയ്യുന്നത്. ഓക്കെ, സോ അയാൾ കാണുന്നത് അതിൻ്റെ പെർ ഷെയർ പ്രൈസോ അങ്ങനെയൊന്നുമല്ല, ആ ബിസിനസ്സിൻ്റെ ടോട്ടൽ വാല്യൂ എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വാരൻ ബഫറ്റ് ഒരിക്കൽ ഒരു കമ്പനി അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് അയാൾ കണ്ടത് ആ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ കമ്പനിയുടെ ബുക്സിൽ ഉണ്ടായിരുന്നത്. സോ അയാൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ മാക്സിമം ഷെയർസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബോർഡിൽ കയറിയിട്ട് ബോർഡിനെ കൺവിൻസ് ചെയ്യുമായിരുന്നു ഒരു ഹ്യൂജ് ഡിവിഡൻറ്റ് പേ ചെയ്യണമെന്നുള്ള രീതിയിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിക്വിഡേറ്റ് ചെയ്തിട്ട്. സോ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഡിവിഡൻറ്റ് തന്നെയാണ് അയാൾ അന്ന് പേ ഔട്ട് ചെയ്തത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ടോട്ടൽ വാല്യൂ ആണ് അവർ കാണുന്നത്, അല്ലാതെ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നോക്കിയിട്ടല്ല. ഇന്നിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ വാല്യൂ ഇപ്പോൾ 1000 crore ആണ്, പക്ഷേ അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ അതിന് 2000 crore ബിസിനസ് പിടിക്കാം എന്നുള്ളൊരു ഇത് അവർ കാണുവാണെങ്കിൽ അവരത് 1000 crore വാല്യൂഷനാണ് അവരത് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഒരു കമ്പനി അവർ അസസ് ചെയ്യുന്നത്. സോ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ രാകേഷ് ജുൻജുൻവാലയ്ക്കും അതുപോലെ രമേശ് ധവാനിക്കും അതുപോലെ വാരൻ ബഫറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, അല്ല നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇവർ ഇതുപോലൊരു സ്മോൾ ക്യാപ്പിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ കാണും. ആ റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ഇവരെപ്പോഴാണ് എൻട്രി ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇവർ പർച്ചേസ് ചെയ്യുന്നത് പോയി കണ്ടിട്ട് നമ്മളും പോയി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്കായിരിക്കും ലോസ് സംഭവിക്കുന്നത്. ഇവർക്ക് ഓൾറെഡി ഇവരുടെ ഒരു സ്ട്രാറ്റജി കാണുമായിരിക്കും. ഇവരെപ്പോഴാണെന്ന് വെച്ചാൽ എക്സിറ്റ് ചെയ്ത് മാറും, നമ്മളൊട്ട് അറിയാനും പോകുന്നില്ല, അല്ലേ നമ്മൾ ചിലപ്പോൾ ലോസ് ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ എക്സിറ്റ് ചെയ്യാനും പോകുന്നില്ല. അത് മാത്രമല്ല ഇവർ ഇതുപോലുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവരുടെ പോർട്ട്ഫോളിയോയുടെ 0.1% അല്ലെങ്കിൽ 1% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 2% മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളായിരിക്കും. പക്ഷേ നമ്മൾ ഇതുപോലെ ഇവർ പോയി പർച്ചേസ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 25% ആയിരിക്കും ഇങ്ങനെയുള്ള കമ്പനീസിലൊക്കെ പോയി മേ ബി അലോക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്ന ഈ ആർട്ടിക്കിൾ. സോ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എക്കണോമിക് ടൈംസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് രാകേഷ് ജുൻജുൻവാല ഹോൾഡ് ചെയ്തിരിക്കുന്ന അയാൾ ഒരു 8 സ്റ്റോക്സ് വാങ്ങാണ്ട് 50% എബവ് ആണ് ഈ 2018 ക്രാഷിൽ ഡൗൺ ആയിരിക്കുന്നത്. സോ അതിൽ അയാളുടെ മേ ബി 50% ആ സ്റ്റോക്സൊക്കെ ഡൗൺ ആയിട്ടുണ്ടായിരിക്കും, പക്ഷേ അയാളുടെ മേ ബി അതിൻ്റെ ആ സ്റ്റോക്സിലുള്ള ടോട്ടൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മേ ബി 10% വരെ കാണത്തുള്ളായിരിക്കും. അയാളുടെ മെയിൻ ഹോൾഡിങ്സ് എല്ലാം 20-30% വരെ മേ ബി കറക്റ്റ് ചെയ്തിട്ടുള്ളായിരിക്കും. സോ നിങ്ങൾ ഈ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, വെരി ഫ്യൂ സ്റ്റോക്സ് മാത്രമേ മൾട്ടിബാഗേഴ്സ് ആവുന്നുള്ളൂ. അതായത് 10-20 ഇരട്ടിയൊക്കെ ആവുന്ന സ്റ്റോക്സുകൾ അതേതാണെന്ന് നമുക്കൊട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ മേ ബി ഒരു 19 സ്റ്റോക്സ് വാങ്ങിക്കുമ്പോഴായിരിക്കും അതിൽ 5 മൾട്ടി ബാഗേഴ്സ് ആവുന്നത്. പക്ഷേ ബാക്കി 45 സ്റ്റോക്സ് നെഗറ്റീവ് പോകുമ്പോഴോ അല്ലെങ്കിൽ അതൊരു 50-60% ഒക്കെ താഴെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മൾട്ടി ബാഗർ ആയ സ്റ്റോക്കുകളുടെ ആ റിട്ടേൺസ് മതിയാവത്തില്ല മറ്റേ ലോസ് കവർ ചെയ്യാനായിട്ട്. സോ ഈ മൾട്ടി ബാഗർ ഐഡിയാസിന് പുറകെ പോകാതെ
ഇപ്പോൾ ഒരു 10 സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 ഹൈ ക്വാളിറ്റി ആക്കുക. അതിൽ 5 റിട്ടേൺസ് തന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് ഓവറോൾ ഒരു നല്ല റിട്ടേൺസ് കിട്ടും. കാരണം ബാക്കി 5 നിങ്ങളുടെ പൈസ കളയുന്നില്ല. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാനായിട്ട് 100% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 20-30% റിട്ടേൺസ് നിങ്ങൾ ആനുവലി ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആക്ച്വലി യു വിൽ ഡു വണ്ടേഴ്സ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.